ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സരോജിനി നായിഡു എഴുതിയ ലവ് ആൻഡ് ഡെത്ത് എന്ന പോമാണ്. ആദ്യം നമുക്ക് സരോജിനി നായിഡുവിനെ കുറിച്ച് നോക്കാം. സരോജിനി നായിഡു ജനിച്ചത് ഹൈദരാബാദിൽ ഒരു ബംഗാളി കുടുംബത്തിലാണ്. 1879 ഫെബ്രുവരി 13 സരോജിനി നായിഡുവിൻ്റെ ജനനം. സരോജിനി നായിഡു ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും കവയിത്രിയുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് അഥവാ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്ന പേര് ലഭിച്ചു. അവരുടെ പ്രധാന കൃതികൾ ദ ഗോൾഡൻ ത്രഷോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം, മുഹമ്മദ് ജിന്ന ആൻ അംബാസിഡർ ഓഫ് യൂണിറ്റി, ദ ബ്രോക്കൺ വിങ്, ദ സ്കെപ്റ്റേർഡ് ഫ്ലൂട്ട്, ദ ഫെദർ ഓഫ് ഡോൺ എന്നിവയാണ്. ഇനി പോയത്തിലേക്ക് കിടക്കാം. ലവ് ആൻഡ് ഡെത്ത്, സ്നേഹവും മരണവും. ഇതൊരു സോണറ്റാണ്, അതായത് 14 വരികളുള്ള കവിത. ഈ കവിതയിൽ ഒരു വിഷയത്തെക്കുറിച്ച് ഡിബേറ്റ് ഉണ്ടാവും. 2 ടൈപ്പ് ഓഫ് സോണറ്റ്സ് ഉണ്ട്, അതായത് പെട്രാർക്കൻ സോണറ്റും അതേപോലെ ഷേക്സ്പീരിയൻ സോണറ്റും. ലവ് ആൻഡ് ഡെത്ത് എന്ന ഈ സോണറ്റ് എടുത്തിരിക്കുന്നത് ദ ബേർഡ് ഓഫ് ടൈം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ്. ഇതിൻ്റെ ആദ്യത്തെ 8 വരികൾ ഒക്ടേവ് എന്ന് പറയുന്നു. ഈ പോയം ആദ്യത്തെ 8 വരികൾ ഒക്ടേവും രണ്ടാമത്തെ 6 വരികൾ സെസറ്റും എന്ന് പറയുന്നത്. അതായത് ഈ പോയത്തിൻ്റെ ആദ്യത്തെ 8 വരികളിൽ ഒരു ആശയം പറയുകയും നെക്സ്റ്റ് പാർട്ടിൽ തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പോയത്തിൽ 2 ലവേഴ്സ് ഉണ്ട്. ഒരാൾ ജീവനോടെയുണ്ട്, മറ്റൊരാൾ മരണപ്പെട്ടു. ഇതിൽ സ്പീക്കർ ഒരു ഫീമെയിലാണ്. അവരുടെ ലവർ മരിച്ചു പോയിരിക്കുകയാണ്. ഈ പോയത്തിൻ്റെ ആദ്യത്തെ 8 വരികളിൽ ഒരു ലവർ അഥവാ കാമുകി സ്വപ്നം കാണുകയാണ്. എന്താണ് കാണുന്നത്? ഐ ഡ്രീംഡ് മൈ ലവ് ഹാഡ് സെറ്റ് ദൈ സ്പിരിറ്റ് ഫ്രീ. അതായത് അവരുടെ തീവ്രമായ സ്നേഹം കൊണ്ട് മരിച്ച ആത്മാവിനെ അവർ ഫ്രീ ആക്കുകയാണ്, തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എൻഫ്രാഞ്ചൈസ്ഡ് ദീ ഫ്രം ഫേറ്റ്സ് ഓ മാസ്റ്ററിങ് പവർ. അതായത് ഇത്രയും ശക്തിയായ പവർഫുള്ളായിട്ടുള്ള മാസ്റ്ററിങ് പവറിൽ നിന്ന് ഇവരുടെ പവർഫുള്ളായ ലവ് കൊണ്ട് ഇവർ ആ ആത്മാവിനെ തിരിച്ചു വിളിക്കുകയാണ്. ആൻഡ് ഗേർഡ് ദൈ ബീയിങ് വിത്ത് എ സ്കാറ്റ്ലെസ് സ്റ്റാർ ഓഫ് റിച്ച് ആൻഡ് ജോയസ് ഇമ്മോർട്ടാലിറ്റി. അതായത് തൻ്റെ ലവ് അത്രയ്ക്ക് പവർഫുൾ, ആഴത്തിലുള്ളതാണ്. കാരണം ആത്മാവിനെ സ്വതന്ത്രമാക്കാൻ തക്കവണ്ണം ശക്തമായ ലവാണ് തൻ്റേതെന്ന് ഈ ലവർ വിചാരിക്കുന്നു. അതായത് വിധിക്കെതിരെ പോരാടി തൻ്റെ ലവറിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഈ ലവർ ചിന്തിക്കുന്നത്. ലവ് ഐ ഡ്രീംഡ് മൈ സോൾ ഹാഡ് റാൻസം ദീ. അതായത് വലിയൊരു റാൻസം മണി അല്ലെങ്കിൽ വലിയൊരു ഡവർ കൊടുത്ത് തിരിച്ചു കൊണ്ടുവരും. മരണം ഒരിക്കലും തൻ്റെ കാമുകനെ വരിഞ്ഞു മുറുക്കില്ല. വലിയൊരു മോചനദ്രവ്യം കൊടുത്ത് തൻ്റെ ലവറിനെ സ്വതന്ത്രമാക്കുമെന്നാണ് ഇവർ സ്വപ്നത്തിൽ കാണുന്നത്. ഇൻ ദൈ ലോൺ ഡ്രെഡ് ഇൻകാൽക്കുലബിൾ അവർ ഫ്രം ദോസ് പെയിൽ ഹാൻഡ്സ് അറ്റ് വിച്ച് ഓൾ മോർട്ടൽസ് കവർ ആൻഡ് കോൺക്വേർഡ് ഡെത്ത് ബൈ ലവ് ലൈക്ക് സാവിത്രി. അതായത് മരിച്ചു കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും. സമയത്തെക്കുറിച്ചറിയില്ല. ആ ടൈം പോലും തനിക്ക് തൻ്റെ ലവറിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതായത് പുരാണ കഥയിലെ സാവിത്രി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സാവിത്രി എങ്ങനെ തൻ്റെ ഭർത്താവിനെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു, അതുപോലെ പ്രണയത്തിൻ്റെ ശക്തിയിൽ താനും തൻ്റെ ലവറിനെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഇവർ പറയുന്നത്. When I awoke, alas, my love was vain, even to unearth one through of distant pain. അതായത് ഇത്രയും നേരം ഫസ്റ്റ് സ്റ്റാൻസയിൽ അവർ സ്വപ്നം കാണുകയായിരുന്നു. അവരവരെ ലവറിനെ അവരുടെ ശക്തമായ പ്രണയം കൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ റിയാലിറ്റിയിലേക്ക് വന്നു. അതായത് അവർ വേക്കപ്പ് ആയപ്പോൾ അവർ റിയാലിറ്റിയിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് അവരവരുടെ ലവർ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഓ ബൈ വൺ ഹാർട്ട് ബീറ്റ് ടു പ്രിലോങ് തൈ ബീത്ത്, ഓ ലവ് അലാസ് ദാറ്റ് ലവ് കുഡ് നോട്ട് അസോൾട്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് തൻ്റെ ലവ് അത്രയ്ക്ക് പവർഫുള്ളായിരുന്നില്ല. കാരണം പവർഫുള്ളായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ ലവറിൻ്റെ ആത്മാവിനെ തിരിച്ച് കൊണ്ടുവരാമായിരുന്നു. പക്ഷേ തൻ്റെ ലവ് അത്ര പവർഫുള്ളായിരുന്നില്ല. ദ ബേർഡൻ ഓഫ് ദൈ ഹ്യൂമൻ ഹെറിറ്റേജ് ഓ സേവ് ദീ ഫ്രം സ്വിഫ്റ്റ് ഡിക്രീസ് ഓഫ് ഡെത്ത്. അതായത് ലവർ ഇപ്പോൾ ചിന്തിക്കുന്നത് തൻ്റെ പവർഫുള്ളല്ലാത്ത ലവ് കൊണ്ട് അവരുടെ വേദന കുറക്കാനോ ഒരു ഹാർട്ട് ബീറ്റ് കൂട്ടിക്കൊടുക്കാനോ പോലും തനിക്ക് സാധിച്ചില്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഡെത്ത് ഒരു ഫാക്റ്റാണ്. ഒരു ഫാക്റ്റായ മരണത്തിൻ്റെ വേദന കുറച്ചുപോലും ശമിപ്പിക്കാൻ തനിക്ക് അല്ലെങ്കിൽ തൻ്റെ പ്രണയത്തിന് കഴിഞ്ഞില്ല എന്നവർ മനസ്സിലാക്കുന്നു. അതായത് എല്ലാ മനുഷ്യരും മരിക്കും, എന്നാൽ ഇതിൻ്റെ തീവ്രത കുറക്കാൻ എൻ്റെ പ്രണയത്തിനായില്ലല്ലോ എന്നാണ് കവയിത്രിയുടെ രോദനം.